Hello guys, welcome back. We will talk about the hypersensitivity reaction. Hypersensitivity reaction is 4 types under type 1, 2, 3 and 4. Type 1 is anaphylactic reaction. Type 1 is previously sensitized type master cell antigen bind reactions degranulation mediators release mediators vasodilation, smooth muscle contraction and effects. Type 2 is antigen soluble antibody soluble antigen surface bound formula antibody bind antigen soluble. An example is blood transfusion. Blood transfusion is individual with B blood group. Transfusion ചെയ്തത് A blood group ആണ് ട്രാൻസ്ഫ്യൂസ് ചെയ്തത്. അങ്ങനെ ആ ഇൻഡിവിജ്വലിൻ്റെ and A blood group കൊടുക്കുമ്പോൾ A blood ഗ്രൂപ്പിനകത്ത് B ആൻറ്റിബോഡി സെറത്തിൽ കാണും. അപ്പം ആ സെറത്തിലുള്ള B ആൻറ്റിബോഡി ഫ്രീ ആയിട്ട് സെറത്തിൽ സർക്കുലേഷനിലുള്ളതല്ലേ, അത് പോയിട്ട് RBCയുടെ സർഫസിലുള്ള ആൻറ്റിജൻ ദാറ്റ് ഈസ് B ആൻറ്റിജനോട് ബൈൻഡ് ചെയ്യും. അങ്ങനെ കുറേ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കും. അതാണ് ടൈപ്പ് 2 ആൻറ്റിബോഡി, ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ പറയുന്നത്. ദെൻ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, രണ്ടും സൊല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി ആയിരിക്കും. ഇവർ രണ്ടുപേരും കൂടെ കോംപ്ലക്സ് ഉണ്ടാക്കും. കോംപ്ലക്സ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ളത് ഈ ബ്ലഡ് വെസലിൽ തന്നെ ഡാമേജസ് ഉണ്ടാക്കും. അങ്ങനെ ആണ് രണ്ടാമത്തത്, തേർഡ് വൺ. ഓക്കെ, ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ടൈപ്പ് 4 എന്ന് പറയുമ്പോഴത്തേക്കും സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റിയാണ് നടക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഹെൽപ്പർ T സെൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഹെൽപ്പർ T സെൽസ് ആണെന്നുണ്ടെങ്കിൽ TH1 ഉം TH17 ആയിട്ടായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. TH1 ആണെന്നുണ്ടെങ്കിൽ മാക്രോഫേജിനെ ആക്ടിവേറ്റ് ചെയ്യും, അങ്ങനെ ഗ്രാനുലോമ ഫോർമേഷനിലേക്ക് എത്തിക്കും. TH17 ആണെങ്കിലോ ന്യൂട്രോഫിൽസിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യും, അങ്ങനെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കും. അതേസമയം CD8+ സെൽസിനെയാണത് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ CD8+ സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, CD8+ ഡയറക്ട്ലി കിൽ ദി ടിഷ്യൂ. ഇതാണ് ടൈപ്പ് 4 ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെ കുറിച്ച് നമുക്ക് നേരിയും നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത് മൈക്രോബയോളജിയുടെയാണോ പാത്തോളജിയുടെയാണോ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തോളജി മൈക്രോബയോളജി കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പാത്തോജൻസിസും പറയുന്നുണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ തന്നെ. ഓക്കെ, മൈക്രോബയോളജിയിലേയും പറയുന്നുണ്ട്, പാത്തോളജിയിലേയും പറയുന്നുണ്ട്. ഓക്കെ, hypersensitivity reaction. So, definition for hypersensitivity reaction: the hypersensitivity or allergy refers to the injurious consequences in the sensitized host following subsequent contact with specific antigen. That is hypersensitivity or allergy. എന്താണ് the injurious consequence? Injurious consequence in a sensitized host following subsequent contact with specific antigen. So, specific antigenോടുള്ള subsequent, അത് initial contact അല്ല, subsequent contact ഉണ്ടാകുന്ന sensitized ഹോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻജൂറിയസ് റിയാക്ഷൻ ഒരു കോൺസിക്വൻസ് ആണ് എന്ത്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് മെയിൻലി ഓഫ് 4 ടൈപ്സ്, ടൈപ്പ് 1, 2 and 3. ടൈപ്പ് 1 എന്ന് പറയുമ്പം IgE മീഡിയേറ്റഡ് ആണ്, ടൈപ്പ് 2 ഈസ് IgG മീഡിയേറ്റഡ്, ടൈപ്പ് 3 ഈസ് ഇമ്മ്യൂൺ കോംപ്ലെക്സ് മീഡിയേറ്റഡ് ആൻഡ് ഓൾ ദീസ് 3 ആർ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് തരുന്നതാണ്. വേറാസ് ടൈപ്പ് 4 ഈസ് ഡിലേ ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് തരുന്നത്, because it occurs as a result of abnormal cell-mediated immune response or delayed type of hypersensitivity reaction. ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നൊരു ടേബിൾ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാം. ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ടേബിൾ പറയാം. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുമ്പം അനാഫൈലാക്റ്റിക് റിയാക്ഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, IgE മീഡിയേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് B സെൽസ്. ഇവിടെ ഓൾറെഡി ഒരു APC സെൽസ് ഉണ്ട്, ദാറ്റ് ഈസ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ഉണ്ട്. ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് വിൽ പ്രസൻറ്റ് ദി ആൻറ്റിജൻ ടു ദി നൈവ് T സെൽ. നൈവ് T സെൽ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് TH2 സെൽ ഓർ ഹെൽപ്പർ സെല്ലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ ഹെൽപ്പർ സെൽ എന്ത് ചെയ്യും, it will produce interleukin 4, interleukin 5 and interleukin 13. Interleukin 4 helps in conversion of B cells to plasma cells and memory cells. അങ്ങനെ B സെൽസ് പ്ലാസ്മ സെൽസ് മെമ്മറി സെൽസ് ആവും. പ്ലാസ്മ സെൽസ് IgE ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ IgE ആൻറ്റിബോഡി എന്ത് ചെയ്യും, മാസ്റ്റർ സെല്ലിനോട് ബൈൻഡ് ചെയ്യും ത്രൂ FC റിസപ്റ്റർ. ഈ മാസ്റ്റർ സെല്ലിലും IgEയിലും ഉള്ള റിസപ്റ്ററാണ് FC റിസപ്റ്റർ. ഇത് രണ്ടും കൂടി ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇത് ഇവിടെ FC റിസപ്റ്റർ വഴി ഇത് ബൈൻഡ് ചെയ്തിട്ട് ബാലൻസ് എന്തൊക്കെയുണ്ട്, ഇൻ്റർലൂക്കിൻ 5 ഇൻ്റർലൂക്കിൻ 13 ഉണ്ട്. അവരുടെ ആക്ഷൻ പറഞ്ഞില്ലല്ലോ. ഇൻ്റർലൂക്കിൻ 5 എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്രീസസ് അലർജിക് റെസ്പോൺസ് ബൈ ഇൻക്രീസിങ് ഈസ്നോഫിലിക് പ്രൊഡക്ഷൻ. ആൻഡ് IL-13 എന്ത് ചെയ്യും, ഇൻ്റർലൂക്കിൻ 13 എന്ത് ചെയ്യും, ഇത് ഇൻക്രീസസ് ദി മ്യൂക്കസ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടായിട്ട് എന്തൊക്കെ സംഭവിക്കും, വാസോ ഡയലേഷൻ, വാസ്കുലർ ആൻഡ് സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ദെൻ ഇതാണ് ഫസ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് സെൻസിറ്റൈസേഷൻ ഫേസ്.
ഹോസ്റ്റിനെ ഇപ്പോൾ സെൻസിറ്റൈസ് ചെയ്തു. ഇപ്പോൾ സെൻസിറ്റൈസ്ഡ് മാസ്റ്റർ സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. നൗ ഈ ഓൾറെഡി സെൻസിറ്റൈസ്ഡ് മാസ്റ്റർ സെല്ലിനോട് റീ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സെൻസിറ്റൈസ്ഡ് മാസ്റ്റർ സെല്ലുമായിട്ട് ഈ ആൻറ്റിജൻ വീണ്ടും ബൈൻഡ് ചെയ്യണം. ആൻറ്റിജൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ സെല്ലിനോട് ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആൻറ്റിജൻ ദി മാസ്റ്റർ സെൽ ഡീഗ്രാനുലേറ്റഡ്. ഓക്കെ, മാസ്റ്റർ സെൽ ഡീഗ്രാനുലേഷൻ നടക്കും. അങ്ങനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഇറ്റ് റിസൾട്ട് ഇൻ സ്മൂത്ത് മസിൽ സെൽ കോൺട്രാക്ഷൻ, ബ്ലഡ് വെസൽ ഡയലറ്റേഷൻ, പ്ലേറ്റ്ലെറ്റ് ഡീഗ്രാനുലേഷൻ, സെൻസറി നെർവ് ഇന്നർവേഷൻ, സെൻസറി നെർവ് എൻഡിങ്സിൽ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈസ്നോഫിൽ സെക്രീഷൻ എന്ത് ചെയ്യും? റേസ് ചെയ്യും. ഇതൊക്കെയാണ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് ഗ്രാനുലേഷൻ, ഡീഗ്രാനുലേഷൻ ഫ്രം ദി മാസ്റ്റർ സെൽ. ഓക്കെ, ഗ്രാനുവൽസ് ഫ്രം മാസ്റ്റർ സെല്ലിനെ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറ്റും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വരുമ്പോൾ എന്തൊക്കെ വരും? വീൽസ് ആൻഡ് ഫ്ലെയർ റെസ്പോൺസ് ആയിരിക്കും ഇനീഷ്യലി വരും. ദാറ്റ് ഈസ് അപ്പിയറൻസ് ഓഫ് എറിത്തിമാറ്റസ് ഏരിയ. ഫ്ലെയർ മീൻസ് എറിത്തിമ ഉണ്ടാവും സറൗണ്ടിങ് ദി സൈഡ്. സ്വെല്ലിംഗ് ആൻഡ് കൺജഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ അലർജൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ അലർജൻസ് ആയിട്ട് വരുന്നത്? ഫുഡ് വരുന്നുണ്ട്. ഫുഡ് ലൈക്ക് നട്ട്സ്, എഗ്, പീ, സീ ഫുഡ് എക്സെട്ര. പ്ലാന്റ് ആൻഡ് പോളൻസ്, ദാറ്റ് ഈസ് ഗ്രാസ്, വീഡ് എക്സെട്ര. പ്രോട്ടീൻസ് ആയിട്ട് വാക്സിൻസ്, സെറം, ഫോറിൻ സെറം എക്സെട്ര. ഡ്രഗ്സ് ആയിട്ട് പെൻസിലിൻ, സൾഫോണമൈഡ്. ഇൻസെക്ട് ബൈറ്റിൽ വരുന്നുണ്ട് വെനം ഓഫ് ബി, വാസ്പ്, ആൻഡ് എക്സെട്ര. ദെൻ അതേഴ്സ് ഇൻക്ലൂഡ്സ് മോൾഡ്, സ്പോർസ്, ആനിമൽ ഹെയർ ആൻഡ് ഡാൻഡർ. ഇതൊക്കെയാണ് അലർജൻസ്. അലർജൻസിൻ്റെ കുറച്ച് പേര് പറഞ്ഞിരിക്കുന്നത്രേ ഉള്ളൂ. ദെൻ മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിക്ചർ വെച്ചിട്ട്. ഇനി കൺസെപ്റ്റിനകത്ത് എന്താ എഴുതിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെക്കാനിസം ഓഫ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. 2 ഫേസാണുള്ളത്, സെൻസിറ്റൈസേഷൻ ഫേസും ഇഫക്റ്റർ ഫേസും. സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? വെരി മൈന്യൂട്ട് ഡോസ് ക്യാൻ സഫിഷ്യൻറ്റ് ടു സെൻസിറ്റൈസ് ദി ഹോസ്റ്റ്. ഒരു മൈന്യൂട്ട് അലർജൻ മതി സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൻസിറ്റൈസേഷൻ ഫേസ് അല്ലേ. അപ്പം അലർജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. ആൻഡ് അലർജൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ അലർജനെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ എന്ത് ചെയ്യും? നൈവ് ടി സെല്ലിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വെക്കും. ഓക്കെ, പ്രോസസ്സ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അലർജൻ ഈസ് പ്രോസസ്ഡ് ബൈ ദി ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ. എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്? ഈ MHC മോളിക്യൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ MHC മോളിക്യൂളിൽ അലർജൻസ് ഒക്കെ റെഡിയാക്കി വെക്കും അടുത്ത നൈവ് ടി സെല്ലിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ അലർജിക് പെപ്റ്റൈഡ്സ് ആർ presented to the CD4 T cells. Okay. Then activated TH cells are differentiated into TH2 cells, which in turn secrete interleukin-4. Interleukin-4 induces the B cell to differentiate into IgE, producing plasma cells and memory cells. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈവ് ടി സെൽസ് എന്തായി? TH2 cells ആയി. TH2 cells interleukin-4 പ്രൊഡ്യൂസ് ചെയ്യും. interleukin-4 എന്ത് ചെയ്യും? IgE പ്രൊഡക്ഷൻ കൂട്ടും. അങ്ങനെ പ്ലാസ്മ സെൽസിൽ നിന്ന് IgE പ്രൊഡക്ഷൻ കൂട്ടും. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് മെമ്മറി സെൽസ് ഫ്രം B cells. Then secretion. Secreted IgE migrates to the target site and coat on the surface of the mast cells and basophils. ഓക്കെ, ഇപ്പം സെക്രേറ്റ് ചെയ്തിട്ടുള്ള IgE എന്ത് ചെയ്യും? ടാർഗറ്റ് സൈറ്റിൽ പോയിട്ട് അവിടുത്തെ മാസ്റ്റ് സെല്ലിനോട് ബേസോഫിലിനോട് ബൈൻഡ് ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് FC റീജിയൻ ഓഫ് IgE. ഈ മാസ്റ്റ് സെല്ലിലും ബേസോഫിൽസിലൊക്കെ FC റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്ററിനോട് FC റീജിയൻ ഓഫ് IgE വിൽ ഗെറ്റ് ബൈൻഡഡ്. ഓക്കെ, അതാണ് സെൻസിറ്റൈസേഷൻ ഫേസ്. ഇപ്പോൾ സെൻസിറ്റൈസ് ചെയ്തിരിക്കുന്ന മാസ്റ്റ് സെൽ, അതായത് മാസ്റ്റ് സെൽ വിത്ത് IgE മോളിക്യൂൾസാണ് സെൻസിറ്റൈസ്ഡ് മാസ്റ്റ് സെൽ എന്ന് വിളിക്കുന്നത്. നൗ ഇഫക്റ്റർ ഫേസിൽ എന്ത് സംഭവിക്കും? സെൻസിറ്റൈസ്ഡ് മാസ്റ്റ് സെല്ലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ IgE ക്രോസ് ലിങ്ക് ഇനീഷ്യേറ്റ്സ് മാസ്റ്റ് സെൽ ആക്ടിവേഷൻ ആൻഡ് ഡീഗ്രനുലേഷൻ. അപ്പം വൺസ് ആൻറ്റിജൻ വീണ്ടും റീ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എഗെയിൻ APC സെൽസ് ഈ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ആൻറ്റിജൻ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? 2 IgE മോളിക്യൂൾസിൻ്റെ ഈ ഇടയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അതാണ് സെൻസിറ്റൈസ് ചെയ്ത മാസ്റ്റർ സെല്ലിൽ. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ദ റിലീസസ് ഗ്രാന്യൂൾസ് ഫ്രം ദി മാസ്റ്റർ സെൽ. കെമിക്കൽ മീഡിയേറ്റേഴ്സായിട്ട് റിലീസ് ചെയ്യും. അത് പ്രൈമറി മീഡിയേറ്ററുണ്ട്, സെക്കൻഡറി മീഡിയേറ്റേഴ്സ് ഉണ്ട്. പ്രൈമറി മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റമിൻ, സെറോട്ടോണിനൊക്കെയാണ് പ്രൈമറി മീഡിയേറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡറി മീഡിയേറ്റേഴ്സ്? സെക്കൻഡറി മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ പെടും? ഇന്റർലൂക്കിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെയാണ്. ഇവിടെ പറയുന്നുണ്ട് പ്രൈമറി മീഡിയേറ്റേഴ്സ്, സെക്കൻഡറി മീഡിയേറ്റേഴ്സും. പ്രൈമറി മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റമിൻ, സെപ്പാരിൻ, സെറോട്ടോണിൻ, ഈസ്നോഫിൽ, കീമോടാക്റ്റിക് ഫാക്ടേഴ്സ്, പ്രോട്ടീസിൻ്റെ ഒക്കെ ആക്ഷൻസും പറയുന്നുണ്ട്. സെക്കൻഡറി മീഡിയേറ്റേഴ്സ് ആയിട്ട് റിലീസ് ചെയ്യുന്നത് പ്ലേറ്റഡ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, ലൂക്കോട്രൈൻസ്, ബ്രാഡിക്കൈനിൻ, സൈറ്റോകൈൻസ് ഒക്കെയാണ് സെക്കൻഡറി മീഡിയേറ്റർ ആയിട്ട് എൻ്റെ ആക്ഷൻസും പറയുന്നുണ്ട്. ഓക്കെ, മെയിൻലി എന്തിനാണ് ഇത് ആക്ട് ചെയ്യുന്നത്? വാസ്കുലർ പെർമിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, പൾമണറി സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട്. ദെൻ അനാഫൈലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാക്കാനും. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് type 1 hypersensitivity reaction. Manifestation or examples of type 1 hypersensitivity reaction includes allergic rhinitis, asthma, food allergens, atopic dermatitis, drug allergy, etc.
Then factors influencing type 1 hypersensitivity എന്തൊക്കെയായിരിക്കും? Genetic makeup, allergic dose, then TH1 versus TH2 response. TH1 റെസ്പോൺസ് ആണെങ്കിൽ സൈറ്റോടോക്സിക് ആണ്. TH2 ഹെൽപ്പർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, IgE പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ IgE പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്താലേ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ പാത്തോളജിയിൽ കുറച്ചുകൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പിക്ചേഴ്സൊക്കെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ പാത്തോളജിയിൽ നിന്ന് നോക്കാം, ടൈപ്പ് 2, 3, 4 ഒക്കെ. So type 2 hypersensitivity reaction, that is the type definition. Type 2 hypersensitivity disorder are caused by antibodies like IgG or IgM which react with target antigen on the surface of a specific cells are fixed in the extracellular matrix. Type 2 എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റിജൻ മൊട്ടൈൽ ആയിരിക്കും, ബട്ട് ആൻറ്റിബോഡി ഫിക്സ്ഡ് ആയിരിക്കും, സർഫസ് ഓഫ് ദി സെല്ലിൽ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ടാർഗറ്റ് ആൻറ്റിജൻ്റെ സർഫസ് ഓഫ് ദി സ്പെസിഫിക് സെൽസ് ആർ ഫിക്സ്ഡ് ഇൻ എക്സ്ട്രാസെല്ലുലാർ മാട്രിക്സ്. ഓക്കെ, ആൻറ്റിബോഡീസ് വരുമ്പോൾ ആൻറ്റിജൻ ഏതെങ്കിലും സർഫസിൽ ഫിക്സ്ഡ് ആയിരിക്കും. ഇതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് എൻഡോജിനസ് ആൻറ്റിജൻസ് ഉണ്ട്, എക്സോജിനസ് ഉണ്ട്. എൻഡോജിനസ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽ മെമ്പറൈൻ, ഇൻട്രൻസിക് ടു സെൽ മെമ്പറൈൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലൊക്കെ ഉള്ളതാണ്. ഇൻട്രൻസിക് ടു സെൽ മെമ്പറൈനോട് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലായിരിക്കും ആൻറ്റിജൻസ് കാണുന്നത്. എക്സോജിനസ് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അഡ്സോർബ്ഡ് ഓൺ ദി സെൽ സർഫസ് ഓൺ ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ സെൽ സർഫസിലായിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുന്ന ആൻറ്റിജൻസ് ആയിരിക്കും എക്സോജിനസ് ആൻറ്റിജൻ. Then mechanism of injury. 3 mechanisms ആണുള്ളത്: opsonization and phagocytosis, then lysis of the cell, target cell membrane through the membrane attack complex, tissue injury by complement and Fc receptor mediated inflammation, antibody mediated cellular dysfunction. ഇതാണ് 4 mechanisms. ഫസ്റ്റ് വൺ ഇസ് ഒപ്സനൈസേഷൻ ആൻഡ് ഫാഗോസൈറ്റോസിസ്. ഒപ്സനൈസേഷൻ ആൻഡ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ C3bയും FC റിസപ്റ്റേഴ്സുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, C3b ഈസ് എൻ ഓപ്സോണിൻ. അപ്പോൾ C3b എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ആണ്, കോംപ്ലിമെൻറ്റ് ഫാക്ടറിനകത്തുള്ള കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൽ C3b ആണ്. അപ്പോൾ C3b ഹെൽപ്സ് ഇൻ ഒപ്സനൈസേഷൻ. ഓക്കെ, ആൻഡ് FC റീജിയൻ എന്ത് ചെയ്യും? ഈ റിസപ്റ്ററെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് നടത്തും റെഡ് സെൽ ബ്ലഡിൻ്റെ. ദാറ്റ് ഇസ് ഓപ്സനൈസേഷൻ ഓഫ് ദി റെഡ് ബ്ലഡ് സെൽസ് ബൈ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഇൻട്രാസെല്ലുലാർ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി റെഡ് ബ്ലഡ് സെൽസ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. നൗ ലൈസിസ് ഓഫ് ദി ടാർഗറ്റ് സെൽ. Lysis of the target cell through membrane attack complex. How RBCs and RBCs, for example blood group B ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ RBCയുടെ സർഫസിൽ എന്തുണ്ടാവും? B ആൻറ്റിജൻസ് പ്രസൻ്റ് ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് B അല്ലേ? ആ ഒരു പേഴ്സണിൽ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എ, അതായത് ഗ്രൂപ്പ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാണ് B ഉള്ള ഒരു ഇൻഡിവിജ്വലിന്. അപ്പം ആൻറ്റി ആൻറ്റിബോഡീസ് ഇൻ ദി ഡോണർ പ്ലാസ്മ ഓഫ് ഗ്രൂപ്പ് എ എന്തുണ്ടാവും? ബ്ലഡ് ഗ്രൂപ്പ് B ആൻറ്റിജൻ ഉള്ളവർക്ക് ആൻറ്റിബോഡി B എന്തായിരിക്കും? ആൻറ്റി-B വിൽ ബി ആബ്സെൻറ്റ്. പക്ഷേ ഈ ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ള ഒരാൾക്ക് ആൻറ്റി-B ആൻറ്റിബോഡീസ് പ്ലാസ്മയിൽ കാണും. അതങ്ങനെ ഈ ഒരു പേഴ്സൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ആൻറ്റി-B ആൻറ്റിബോഡി ബൈൻഡ്സ് വിത്ത് B ആൻറ്റിജൻ ഓൺ ദി RBC ടു ഫോം ഇമ്മ്യൂൺ കോംപ്ലെക്സ് ആൻഡ് ആക്ടിവേറ്റ്സ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ ഓസ്മോട്ടിക് ലൈസിസ് ആൻഡ് ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ്. അപ്പോൾ എന്താ പറ്റുക? ബ്ലഡ് ഗ്രൂപ്പ് B ഉള്ളൊരു ഇൻഡിവിജ്വലായിരുന്നു. ആ ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ളൊരു ഇൻഡിവിജ്വലിൻ്റെ. അപ്പം എ ഇൻഡിവിജ്വലിന് എന്തുണ്ടാവും? ആൻറ്റി-B ആൻറ്റിബോഡി സെറത്തിൽ കാണും. ആ ആൻറ്റിബോഡി ആൻറ്റി-B ആൻറ്റിബോഡി B ആൻറ്റിജനും RBCനോട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്തവിടെ കുറേ ഇമ്മ്യൂൺ റിയാക്ഷൻ കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് വിൽ ആക്ടിവേറ്റ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം. ക്ലാസിക്കൽ കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യും, റിസൾട്ടിങ് ഇൻ ഓസ്മോട്ടിക് ലൈസിസ്, ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ്. നമ്മൾ ഇന്നലെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കോംപ്ലിമെൻറ്റ് സിസ്റ്റം എങ്ങനെ ആക്ട് ചെയ്യുന്നത്. അത് ഫൈനലി എന്ത് ചെയ്യും? മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിന് എന്ത് ചെയ്യും? ഓസ്മോട്ടിക് ലൈസിസ് വഴിയാണ് കില്ല് ചെയ്യുന്നത്. Now we will tell about tissue injury by the complement and FC receptor mediated inflammation ആണ്. ഫസ്റ്റ് ആക്ടിവേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം. കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് C3a ആൻഡ് C5a ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ C3aയും C5aയും കോംപ്ലിമെൻറ്റ് കമ്പോണൻസാണ്. ഇവരെന്ത് ചെയ്യും? ഈസ്നോഫിൽസും ബേസോഫിൽസും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇവരെന്ത് ചെയ്യും? എൻസൈംസ് ഫ്രം ദി ഗ്ലൂക്കോസൈഡ്സ് റിയാക്റ്റീവ് ഓക്സിജൻ ഇൻ്റർമീഡിയറ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കും. എൻസൈംസ് ഫ്രം ദി ഗ്ലൂക്കോസൈഡ്സ് ആൻഡ് റിയാക്റ്റീവ് ഓക്സിജൻ ഇൻ്റർമീഡിയറ്റ് ഒക്കെ എന്ത് ചെയ്യും? ടിഷ്യൂ ഇഞ്ചുറീസ് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ പറഞ്ഞത് ടിഷ്യൂ ഇഞ്ചുറി ബൈ ദി കോംപ്ലിമെൻറ്റ് ആണ് ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് ആൻറ്റിബോഡീസ് ബൈൻഡിങ് ടു ടിഷ്യൂ ആൻറ്റിജൻ കോസസ് ആക്ടിവേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ബൈ ദി ക്ലാസിക്കൽ പാത്വേ. ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ പാത്വേ കോംപ്ലിമെൻറ്റ് പാത്വേ ആക്ടിവേറ്റ് ആവും. അങ്ങനെ കോംപ്ലിമെൻറ്റ് പാത്വേ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? കോംപ്ലിമെൻറ്റ് കമ്പോണൻറ്റ് C3a ആൻഡ് C5a. ദാറ്റ് ഈസ് C3aയും C5aയും എന്താ സംഭവം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു C3aയും C5aയും അനാഫൈലോടോക്സിൻസ് ആണ്. ഓക്കെ, C3bയും C5bയും ആണ് അതിൻ്റെ ലാർജ് ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ,
C3 C5 റിലീസ് ആയാലും ഇവരെന്ത് ചെയ്യും, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് ടു ദി സൈറ്റ് ഓഫ് ഇഞ്ചുറി. അങ്ങനെ ആ സൈറ്റിൽ എന്ത് സംഭവിക്കും, ഇൻഫ്ലമേഷൻ ആൻഡ് ഇഞ്ചുറി ടു ദി സെൽ. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി ടിഷ്യൂ ഇഞ്ചുറി ബൈ ദി കോംപ്ലിമെൻറ്റ് pathway, and this is about tissue injury by the FC region mediated inflammation. ഇവിടെ എന്ന് പറയുമ്പം FC region mediated inflammation ആയിരിക്കും leukocytes with the engagement of FC receptor. leukocyte with engagement of FC receptor എന്ത് ചെയ്യും, ഈ ടിഷ്യൂയിലേക്ക് വരും. അഫക്റ്റഡ് ആയിട്ടുള്ള എൻഡോത്തീലിയം എവിടെയാണ് അഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു ടിഷ്യൂയിലേക്ക്, ഇഞ്ചുറി ഹാപ്പൻ ചെയ്ത ടിഷ്യൂയിലേക്ക് വരും, കോസിങ് ഇൻഫ്ലമേഷൻ ആൻഡ് ഇഞ്ചുറി ടു ദി ടിഷ്യൂ. ദെൻ ആൻറ്റിബോഡി മീഡിയേറ്റഡ് സ്റ്റിമുലേഷൻ ഓഫ് സെൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് TSH റിസപ്റ്റർ ഇവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ TSH റിസപ്റ്ററിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് TSH റിസപ്റ്റർ വിൽ സ്റ്റിമുലേറ്റ് ദ TSH റിസപ്റ്റർ വിത്തൗട്ട് TSH ഹോർമോൺ. TSH ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാതെ TSH റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, തൈറോയ്ഡ് ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്ത് ഇൻക്രീസ് സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഹിയർ. ഇറ്റ് ഈസ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് സ്റ്റിമുലേഷൻ ഓഫ് ദി സെൽ ഫംഗ്ഷൻ. And this occurs in case of Graves' disease, that is, autoantibodies bind against the thyroid stimulating hormone receptors and activate the thyroid cells to produce extensive production of hormones. അപ്പം ഇവർ ഓട്ടോ ആൻറ്റിബോഡീസ് ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനോട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവർ സ്റ്റിമുലേറ്റഡ് ആയി മാറും. സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് റിലീസ് സെക്രീഷൻ കൂടും. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കേസ് ഓഫ് Graves' disease, ഹൈപ്പർ തൈറോയിഡിസം. ആൻഡ് ദിസ് ഈസ് അബൌട്ട് മൈസ്തീനിയ ഗ്രാവിസ് ഓർ ഹൈപ്പോ തൈറോയിഡിസം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ അസിറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്നുണ്ട് നെർവ് ടെർമിനലിൽ നിന്ന്. ബട്ട് ഈ അസിറ്റൈൽ കോളിൻസ് ഒന്നും ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന പോസ്റ്റ് എന്താ പറയുക മസിൽ ഇവിടെ മസിലാണ്, മസിലിലേക്ക് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടെർമിനലിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ഇവിടെ എത്തുന്നില്ല. കാരണം എന്താ, ആൻറ്റിബോഡി ടു അസിറ്റൈൽകോളിൻ റിസപ്റ്റർ ഇൻഹിബിറ്റ് ദി ബൈൻഡിങ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദി അസിറ്റൈൽകോളിൻ റിസപ്റ്റർ. ഓക്കെ, it occurs in case of myasthenia gravis, that is anti-receptor antibodies may inhibit or disrupt the normal function of receptor. Example, autoantibodies to the acetylcholine receptor on the skeletal muscle cells in myasthenia gravis produces diseases by blocking neuromuscular transmission and causing progressive muscle weakness. This is about the mechanism with example. Mechanism opsonization and phagocytosis initially നടന്നു. നമ്മുടെ C3b opsonization phagocytosis and membrane attack complex ഉണ്ടായി. അവരെന്ത് ചെയ്തു, അവർ ഓസ്മോട്ടിക് ലൈസിസ് ഒക്കെ നടത്തി. അതിൻ്റെ എക്സാമ്പിളാണ് ഓട്ടോ ഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, ഇമ്യൂൺ thrombocytopenic purpura, transfusion of incompatible blood, then inflammation induced by the complement products, that is C3a and C5a. ആൻഡ് FC റിസപ്റ്റർ മീഡിയേറ്റേഴ്സ് വരുന്നത് ഗുഡ് പാസ് സിൻഡ്രോമാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ ആൻറ്റിബോഡി മീഡിയേറ്റഡ് സെല്ലുലാർ ഡിസ്ഫങ്ഷൻ വരുന്നതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, മൈസ്തീനിയ ഗ്രാവിസും ഗ്രേവ്സ് ഡിസീസ്. മൈസ്തീനിയ ഗ്രാവിസ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഫംഗ്ഷൻ ആയിരുന്നു, അസിറ്റൈൽകോളിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തപ്പോഴായിരുന്നു സംഭവിച്ചത്. ബട്ട് ഗ്രേവ്സ് ഡിസീസ് നമ്മുടെ സ്റ്റിമുലേഷൻ ഓഫ് ദി സെൽ ഫംഗ്ഷൻ നടന്നപ്പോഴാണ്. Type 3 hypersensitivity reaction, that is any definition by the type 3 hypersensitivity reaction are characterized by the formation of immune complexes in the circulation. They may get deposited in the blood vessel, leading to the complement activation and the subsequent self-sustaining acute inflammation. The inflammatory cell recruited and release lysosomal enzymes, that is, it generates toxic free radicals and causes tissue damage. Okay, this is about ടൈപ്പ് 3. ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിജനും ആൻറ്റിബോഡിയും സൊല്യൂബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞതിനകത്ത് ആൻറ്റിബോഡീസ് സൊല്യൂബിൾ ആയിരുന്നു, ബട്ട് ആൻറ്റിജൻ മോട്ടയിലില്ല, എവിടെയെങ്കിലും ഫിക്സ്ഡ് ഓൺ സെൽ സർഫസാണ്. ബട്ട് ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റിജനും ആൻറ്റിബോഡിയും സൊല്യൂബിൾ, അതായത് മൂവബിൾ ആണ്, മോട്ടയിലാണ്. ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സ്. അതുകൊണ്ട് ഫോം ചെയ്യും ആൻറ്റിജൻ ആൻറ്റിബോഡി ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്തത് സർക്കുലേഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. ആ സർക്കുലേഷനിലൂടെ പാസ് ചെയ്യുന്ന ആ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദി ബ്ലഡ് വെസൽസ് ലീഡിങ് ടു കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ. എവിടെ ഇത് പോയി ഡിപ്പോസിറ്റ് ചെയ്താലും ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുക, റെസ്പോൺസാണ് കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ. ആൻഡ് സബ്സിക്വൻറ്റ് സെൽഫ് സസ്റ്റൈനിങ് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഇൻഫ്ലമേഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്ന റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂട്രോഫിൽസ് ആൻഡ് ഈസ്റ്റോഫിൽസ് എക്സെട്ര. And the inflammatory cell recruited releases lysosomal enzyme generate toxic free radicals causing tissue damage. This is about type 3 hypersensitivity reaction. ഇവിടെ എന്ത് ചെയ്യും, എക്സ്പോഷർ ടു ദി ആൻറ്റിജൻ ഓർ എക്സോജനസ് ഓർ എൻഡോജനസ് ആൻറ്റിജൻ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ആൻറ്റിജൻ ഇൻ ദി സർക്കുലേഷൻ എന്ത് ചെയ്യും, ബൈൻഡ് ടു ആൻറ്റിബോഡി ഇൻ ദി സർക്കുലേഷൻ. ആൻഡ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ ദി സർക്കുലേഷൻ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡി ബൈ ദി പ്ലാസ്മ സെൽസ് ആൻഡ് റിലീസ് ഇൻ ദി സർക്കുലേഷൻ. വൺസ് ആൻറ്റിജൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബി സെൽസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ത് ചെയ്യും, ഫോം എ കോംപ്ലെക്സ് ഇൻ ദി സർക്കുലേഷൻ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദി ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഇൻ ദി വെസൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് പാസ് ചെയ്ത് ഇങ്ങനെ നടക്കായിരിക്കും സർക്കുലേഷൻ. അതുപോലെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യും വെസൽസ് തന്നെ. ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലെക്സസ് ഇൻ ദി വെസൽ റിസൾട്ടിങ് ഇൻ ഇമ്മ്യൂൺ കോംപ്ലെക്സ് ആക്ടിവേഷൻ ആൻഡ് ഇമ്മ്യൂൺ കോംപ്ലെക്സ് മീഡിയേറ്റഡ് ഇൻഫ്ലമേഷൻ ആൻഡ് ടിഷ്യൂ ഡാമേജ് occurs. This is about the pathogenesis. First of all, formation of immune complex, then deposition of immune complex and inflammatory reaction and tissue injuries finally നടക്കും. This is about pathogenesis. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് സിറം സിക്നസ് ആണ്.
Now type 4 hypersensitivity reaction, that is ഇവിടെ cytokine mediated inflammation ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ naive T cells, naive CD4 plus T cell recognizes the antigen displayed by the APC. അപ്പം antigen presenting cells എന്ത് ചെയ്യും? They present antigen to the naive T cells. അങ്ങനെ naive T cells എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് interleukin 1 interleukin 17 വരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. interleukin 1 will secrete interferon gamma and TNF. interferon gamma and TNF പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാക്രോഫേജിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റഡ് മാക്രോഫേജ് ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യും? destruction of intracellular microbes and tissue damage. അങ്ങനെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഫൈനലി ഗ്രാനുലോമ ഫോർമേഷനൊക്കെ വരും. കാരണം മൈക്രോഫേജ് ആക്ടിവേറ്റഡ് ആയാലും അപ്പം എപ്പിത്തീലിയോഡ് സെൽസിനെ കൺവേർട്ട് ചെയ്യും. ഇവിടെ TH17 തന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ TH17 ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ TH17 എന്ത് ചെയ്യും? interleukin 17 interleukin 22 റിലീസ് ചെയ്യും. ഇറ്റ് കോസസ് ടിഷ്യൂ ഡാമേജ് ബൈ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂട്രോഫിൽസ്. ഓക്കെ. And also differentiation of naive CD4 plus T cells into the effector CD4 plus T cell causes production of cytokines that promote inflammation. That is what happens here. ഇവിടെ ഇപ്പം മൈക്രോഫേജ് ആക്ടിവേറ്റ് ആയാലും ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കി ബൈ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂട്രോഫിൽസ് പറഞ്ഞാലും ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഹിയർ. And this is about the mechanism of granuloma formation. ഇവിടെ എന്ന് പറയുമ്പോൾ naive CD4 plus cells recognizes the antigen displayed by the antigen present. നേരത്തെ പറഞ്ഞുള്ളത് antigen present സെല്ലിനെ ഡിസ്പ്ലേ ചെയ്തത് അതും റെക്കഗ്നൈസ് ചെയ്തു and differentiate into CD4 plus TH1 cell and thus activating the macrophage. Macrophageനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? They recruits many monocytes into the circulation. Once they recruit many monocytes into circulation, what happens? Many macrophages get activated. അങ്ങനെ macrophage കുറേ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മാക്രോഫേജ് കൺവേർട്ട് ഇൻറ്റു ആക്ടിവേറ്റഡ് മാക്രോഫേജ് ഈസ് ഓൾസോ നോൺ ആസ് എപ്പിത്തീലിയോഡ് സെൽസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു എപ്പിത്തീലിയോഡ് സെൽസ്. അങ്ങനെ എപ്പിത്തീലിയോഡ് സെൽസ് ഫോംസ് ഗ്രാനുലോമ. ഗ്രാനുലോമ എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സി എപ്പിത്തീലിയോഡ് സെൽസ് ഹിയർ. സംടൈംസ് കേഷ്യേറ്റഡ് ഗ്രാനുലോമ നെക്രോസിസ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദി സെൻറ്റർ. ദെൻ Langerhans type of giant cells, lymphocytes and surrounded by the fibroblast. ഇതാണ് ഹെൽപ്പർ T cells ആക്ടിവേറ്റ് ആകുമ്പോൾ നൈവ് സെൽ ഡിഫറൻഷിയേറ്റ് ഇൻറ്റു ഹെൽപ്പർ T cells ആണെങ്കിൽ എങ്ങനെ നടക്കും എന്നുള്ളത്. ദിസ് ഈസ് അബൌട്ട് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെ. CD8 പ്ലസ് T സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൻറ്റിജൻ പ്രസൻറ്റിംഗ് ടിഷ്യൂ ആൻറ്റിജൻസ് ഉണ്ടാവും. APC പ്രസൻറ്റിംഗ് ടിഷ്യൂ ആൻറ്റിജൻ എന്ത് ചെയ്യും? ദേ പ്രസൻറ്റ് ആൻറ്റിജൻ ടു ദി CD8 പ്ലസ് T സെൽസ്. നൈവ് T സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യും. ആ നൈവ് T സെൽസ് CD8 പ്ലസ് T സെല്ലായിട്ട് കൺവേർട്ട് ആവും. ആ CD8 പ്ലസ് T സെൽ ഉണ്ട് ഡയറക്റ്റ് കില്ലിംഗ് ഓഫ് സെൽ ബൈ CD8 പ്ലസ് സൈറ്റോടോക്സിക് T lymphocyte. ദിസ് ഇസ് ഹാപ്പൻ ഇൻ കേസ് ഓഫ് CD8 പ്ലസ് T സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി. ഇത് രണ്ടും ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനകത്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്മ്യൂൺ റെസ്പോൺസ് വെച്ചിട്ട് ടൈപ്പ് 1, 2, 3 ഹ്യൂമറൽ റെസ്പോൺസ് ആയിരിക്കും. 4 സെൽ മീഡിയേറ്റഡ്, അത് കൂടാതെ ഡിലേ ടൈപ്പ് ആയിരിക്കും. ബാക്കി 3 ഇമ്മീഡിയറ്റ് ടൈപ്പാണ്. ദെൻ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദി അപ്പിയറൻസ് ഓഫ് സിംറ്റംസ് ആൻഡ് ദി ആൻറ്റിജൻ കോൺടാക്ട്, അത് 2 to 30 minutes ആയിട്ട് ടൈപ്പ് 1, ടൈപ്പ് 2 5 to 8 hours, ടൈപ്പ് 3 2 to 8 hours വരും, ടൈപ്പ് 4 24 to 72 hours വരും. ഡിലേ ടൈപ്പ് അല്ലേ. ദെൻ ആൻറ്റിജൻ ആണെങ്കിൽ ടൈപ്പ് 1 സൊല്യൂബിൾ ആൻറ്റിജൻ ആയിരിക്കും. ടൈപ്പ് 2 സെൽ ബൗണ്ട് ആയിട്ടുള്ള ആൻറ്റിജൻ ആയിരിക്കും. ടൈപ്പ് 3 സൊല്യൂബിൾ ആൻറ്റിജൻ ആവാം. ടൈപ്പ് 4 സൊല്യൂബിൾ ആൻറ്റിജൻ ആണ്. ദെൻ മീഡിയേറ്റേഴ്സ് പറയുമ്പോൾ ടൈപ്പ് 1 IgE ആണ്, ടൈപ്പ് 2 IgG, ടൈപ്പ് 3 ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ടൈപ്പ് 4 ആണെങ്കിൽ ഡിലേ ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അപ്പോൾ DTH സെൽസ്, അതായത് CD8+ ആവാം, അല്ലെങ്കിൽ TH1 സെൽസ് ആവാം. ഇഫക്റ്റീവ് മെക്കാനിസം എന്തൊക്കെയാണ്? മാസ്റ്റർ ഡീഗ്രാനുലേഷൻ ടൈപ്പ് 1. ടൈപ്പ് 2 ADCC, ദാറ്റ് ഇസ് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെല്ലുലാർ സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി. ദെൻ കോംപ്ലിമെൻറ്റ് മീഡിയേറ്റഡ് സൈറ്റോലൈസിസ് ഉണ്ട്. ടൈപ്പ് 3 കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ ഇമ്മ്യൂൺ റെസ്പോൺസ് വരും. ടൈപ്പ് 4 മാക്രോഫേജ് ആക്ടിവേഷൻ ലീഡിങ് ടു ഫാഗോസൈറ്റോസിസ് ഓഫ് സെൽ സൈറ്റോടോക്സിറ്റി. ദെൻ ഡീസെൻസിറ്റൈസേഷൻ ടു ദി അലർജൻ എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് 1 ഈസി ബട്ട് ഷോർട്ട് ലാസ്റ്റിംഗ് ആയിരിക്കും ഡീസെൻസിറ്റൈസേഷൻ. ഇവിടെയും ഈസി ബട്ട് ഷോർട്ട് ലാസ്റ്റിംഗ് ആണ് ഈ മൂന്നിലും. ആൻഡ് ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ബട്ട് സസ്റ്റെയിൻഡ്. ഇനി ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ടൈപ്പ് 1 അനാഫൈലാക്സിസ്, ആസ്മ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ടൈപ്പ് 2 ആണെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, RS ഇൻകോമ്പാറ്റബിലിറ്റി, ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ ടൈപ്പ് 2 വരുന്നത്. ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ എന്താ? ആർത്തസ് റിയാക്ഷൻ, സെറം സിക്നസ്, ഗ്ലോമെറുലർ നെഫ്രൈറ്റിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എക്സെട്ര. ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ എന്താ? ട്യൂബർക്കുലിൻ ടെസ്റ്റ്, ഗ്രാനുലോമ ഫോർമേഷൻ ഇൻ ദി ട്യൂബർക്കുലോസിസ്, ലെപ്രസി എക്സെട്ര ആൻഡ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. ഇമ്മ്യൂണോ പാത്തോളജിയും കൂടെ നോക്കുകയാണെങ്കിൽ ടൈപ്പ് 1 എഡിമ, വാസ്കുലർ ഡൈലേഷൻ, മാസ്റ്റർ ഡീഗ്രാനുലേഷൻ, ഈസിനോഫീലിയ ഒക്കെ വരും. ടൈപ്പ് 2 ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഡയഗ്നോസിസ്, ഡാമേജ് ടു ദി ടാർഗറ്റ് സെൽ ഓർ ടിഷ്യൂ ആയിരിക്കും സംഭവിക്കുന്നത്. ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, ന്യൂട്രോഫിൽസ് ആൻഡ് വാസ്കുലൈറ്റിസ് സംഭവിക്കും. ടൈപ്പ് 4 ആണെങ്കിൽ പെരിവാസ്കുലർ ഇൻഫ്ലമേഷൻ, മോണോന്യൂക്ലിയർ സെൽസ് ആൻഡ് ഫൈബ്രിൻ, ഗ്രാനുലോമാസ്, കേഷിയേറ്റിംഗ് ആൻഡ് നെക്രോസിസ് ഇൻ ദ TV.